എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ സമാധാനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനൊരു വിഷയം നമ്മുടെ ചെറായിയിലുള്ള ഒരു കൃഷ്ണദാസാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ഫോർവേഡ് ചെയ്തിരിക്കുന്നു. ആ വീഡിയോ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ആരാണ്, യേശുക്രിസ്തു ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു മറുപടി കൊടുക്കാമോ? അങ്ങനെയുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആത്മീയ വർധനയ്ക്കുള്ള കാര്യം ഉണ്ടാവുമല്ലോ, നമുക്ക് പഠിക്കാം, തമ്മിൽ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നോക്കാം. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിൽ വ്യക്തമായിട്ട് അതിനകത്ത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാടനുസരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് നമുക്ക് മനസ്സിലാകുന്നത് യഹോവയാണ് ആ ദൈവം, യഹോവയായ ദൈവം അല്ല യേശു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെളിപ്പാടാണത്. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് ശരിയായി നമ്മൾ ബൈബിള് മനസ്സിലാക്കുന്ന വ്യക്തികൾ ഇതിനകത്തും ഉണ്ടല്ലോ. ഈ ഗ്രൂപ്പിലും ലോകത്തിൽ പലയിടങ്ങളിലും വിശുദ്ധ ബൈബിളിൽ നിന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് വെളിപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് കൂടെ നമുക്ക് ഒരുമിച്ച് നമ്മൾ അത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, പഴയ നിയമത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ അദ്ദേഹം വായിക്കുന്നുണ്ട്. ആ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ചില വിഷയങ്ങളാണ് അദ്ദേഹം എടുത്ത് അതിനെ ഉറപ്പിക്കുന്നത്. പക്ഷെ അത് ശരിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനെ പൊരുത്തപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ യോജിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഇണയുള്ള വചനങ്ങൾ വേണം. അപ്പോൾ അതിന് ഇണയുള്ള വചനങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ വീഡിയോയിൽ കാണുന്ന തെറ്റി നമ്മൾ ശരിക്കും വെളിപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് സത്യത്തിലേക്ക് നമുക്ക് വരാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കേൾക്കണം, കാണുകയും കേൾക്കുകയും ചെയ്യണം. സത്യത്തിൽ ഇത് വചനമാണോ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ വചനം കേൾക്കണം, അവസാനം വരെ ഇത് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾക്ക് അതിനെ മറുപടി ഇടാം. അദ്ദേഹം വെളിപ്പെടുത്തി തന്നിരിക്കുന്നതായ ചില വചനങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം അദ്ദേഹം വായിച്ചു. നമുക്കൊന്നത് വായിക്കാം. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകും, യഹോവ ഏകൻ തന്നെ. ഇതിനെക്കുറിച്ച്